നിങ്ങളിപ്പോൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അതിപ്പോൾ സോഫ്റ്റ്വെയറോ ഡെവോപ്സോ നെറ്റ്വർക്കിങ്ങോ എവിടെയാണെങ്കിലും ലിനക്സ് കമാൻഡ്സ് ഒരു എസെൻഷ്യൽ തിങ് ആണല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ഡെവലപ്പേഴ്സും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലിനക്സ് കമാൻഡ്സ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അത്യാവശ്യം ലിനക്സിനെ കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഒരു ബേസിക്സും എന്നാൽ ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് ഈ കമാൻഡ്സ് ഒക്കെ അറിയാമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാം. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് അതായത് ക്യൂബർനെറ്റീസിന്റെയും ഡോക്കറിനെ കുറിച്ചൊക്കെയുള്ള അഡ്വാൻസ്ഡ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ലിനക്സ് കമാൻഡ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പൊ എന്നെ പോലെ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് അല്ല, വേറെ ഏതെങ്കിലും ഇപ്പൊ വിൻഡോസോ മാക് ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എസ്പെഷ്യലി വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ലിനക്സ് കമാൻഡ്സ് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ലിനക്സ് എൻവറോൺമെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിലിപ്പോ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് കേട്ടോ. വെർച്വൽ മെഷീൻസ്, ഡ്യുവൽ ബോട്ട് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് WSL യൂസ് ചെയ്യാം കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ്. അതായത് ഇവര് ഒരുപാട് ലിനക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വൺസ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു സിംഗിൾ കമാൻഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് WSL -install എന്ന് കൊടുത്താൽ മതി. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, ഓൾറെഡി എന്റെ സിസ്റ്റത്തിൽ ഇത് ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ. ഈ കമാൻഡ് കൊടുത്ത് എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 or 2 മിനിറ്റ് കൊണ്ട് ഈ ഒരു WSL നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവും. അത് കഴിഞ്ഞിട്ട് ഇത് ഇൻസ്റ്റാളേഷൻ ചെക്ക് ചെയ്യണോന്ന്, അതായത് ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ -- അടിച്ചാൽ മതി. ഇപ്പം രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് ഓൾറെഡി ഉണ്ട്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഡോക്കർ ഡെസ്ക്ടോപ്പിനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഉബുണ്ടുവിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ കറന്റ് അതാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് റണ്ണിങ് സ്റ്റാറ്റസ് കാണിക്കുന്നത്. മറ്റേതിന്റെ സ്റ്റാറ്റസ് സ്റ്റോപ്ഡ് ആണ്, ഞാനിത് ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇനി ആ ടെർമിനൽ ഒന്ന് എടുക്കുവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ WSL നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉബുണ്ടു എന്ന് പറഞ്ഞ വൺസ് ഇൻസ്റ്റാളേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉബുണ്ടു എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങളുടെ ആ ഒരു സെർച്ച് ഐക്കൺ സെറ്റിംഗ് ആ ഒരു സെർച്ച് ഏരിയയില്ലേ അവിടെ പോയിട്ട് വിൻഡോസ് ആണെങ്കിൽ ഉണ്ട് ആ ഒരു ടെർമിനൽ ഇതുപോലെ നമുക്കൊരു കമാൻഡ് പ്രോംപ്റ്റ് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാ ലിനക്സ് കമാൻഡും വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോ ലിനക്സ് കമാൻഡ്സ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡീറ്റെയിൽസ്, അതായത് ഇപ്പോൾ കേണൽ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് കേണൽ നെയിം മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ നെയിം അടിച്ചാൽ മതി കേട്ടോ. അപ്പം ഇത് യുണിക്സ് നെയിം എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ. ഇനി നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടണം. ഇത് എവിടെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രബിൾ ഷൂട്ടിങ്ങിനാണ് കേട്ടോ ഇത് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള വേർഷൻ ആണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യുനെയിം കമാൻഡ് യൂസ് ചെയ്യാം. ഇതിന്റെ കൂടെ -a എന്നും കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അതായത് ബിൽഡ് ഡീറ്റെയിൽസ്, അതായത് കേർണൽ നെയിം, ഹോസ്റ്റ് നെയിം, ഇതുപോലെ കേർണൽ വേർഷൻ, നമ്മുടെ ഹാർഡ്വെയർ നെയിം, പ്രോസസ്സിന്റെ ടൈപ്പ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പൊ നമ്മൾ ഈ കാണുന്നില്ലേ ഈ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇത് ഞാൻ പറഞ്ഞ പോലെ ട്രബിൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തത്, ഇപ്പോ നമുക്കറിയാവുന്നത് പോലെ നമ്മളൊരു ഫയൽ സിസ്റ്റത്തിലല്ലേ വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പം വിൻഡോസ് ആണെങ്കിൽ പോലും നമുക്ക് ഇപ്പൊ മൾട്ടിപ്പിൾ ഡയറക്ടറീസ് ഉണ്ടാവും, എന്താ പറയാ ഡ്രൈവ്സ് ഉണ്ടാവും. അതിന്റെ അകത്ത് നമ്മൾ ഫോൾഡേഴ്സും ഫയൽസും ആയിട്ടാണ് നമ്മുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതുപോലെ ഇപ്പോ നമ്മുടെ പ്രൊജക്ട് ഉണ്ടെന്ന് വിചാരിച്ചു, ഇപ്പൊ നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫോൾഡർ ഉണ്ടാവും. അതിന്റെ അകത്ത് ഫയൽസ്, ഇപ്പൊ റിയാക്ട് ആണെങ്കിൽ സോഴ്സ് ഫോൾഡർ ഉണ്ടാവും, കോമ്പോണൻസ് ഫോൾഡർ ഉണ്ടാവും, പിന്നെ മൾട്ടിപ്പിൾ ഫോൾഡേഴ്സ് ഉണ്ടാവൂലേ. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രസന്റ് ഡയറക്ടറിന്റെ കറന്റ് വർക്കിംഗ് ഡയറക്ടറി ഏതാന്ന് അറിയണമെങ്കിൽ അതിനുള്ള കമാൻഡാണ് PWD. അതായത് അതിന്റെ എക്സ്പാൻഷൻ പ്രിന്റ് വർക്കിംഗ് ഡയറക്ടറി എന്നാട്ടോ. അതായത് നമ്മളിപ്പം നിൽക്കുന്ന കറന്റ് വർക്കിംഗ് ഡയറക്ടറി ഏതാണോ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. എക്സാമ്പിൾ ആയിട്ട് ഈ PWD എന്ന് എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഹോമിന്റെ അനുമോൾ എന്ന് പറഞ്ഞിട്ടാണ്, ഇത് യൂസർ നെയിം അനുമോൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിലാണ് നിൽക്കുന്നത്. ഇനി അടുത്ത കമാൻഡ്, ഇപ്പൊ നമ്മൾക്ക് മനസ്സിലായി ഞാൻ ഒരു ഡയറക്ടറിയിലാണ് നിൽക്കുന്നത്. ഇനി എനിക്കൊരു സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ ലിനക്സിലൊക്കെ ആണെങ്കിൽ എല്ലാം നമ്മുടെ പ്രൊജക്റ്റ് ഒക്കെ സേവ് ചെയ്യുന്നത് വാൾസ് ഫോൾഡറിന്റെ അകത്തായിരിക്കുമല്ലോ. വാൾസിൽ ഇപ്പോ നിങ്ങൾ വെബ്സൈറ്റ് ബിൽഡിംഗ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ WWന്റെ അകത്ത് HTML നിങ്ങളുടെ ഇഷ്ടമുള്ള ഡയറക്ടറി നോർമലി ഫോളോ ചെയ്യുന്ന ഒരു പാത്താണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ ഫോൾഡറിലേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ടറിയിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യണം. അതായത്
ചേഞ്ച് ചെയ്യണം, നിങ്ങളുടെ ഒരു ഡയറക്ടറിനെ ചേഞ്ച് ചെയ്യണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് cd കമാൻഡ് യൂസ് ചെയ്യാം. അപ്പൊ എനിക്ക് വാഴ്സ് ഫോൾഡറിന്റെ അകത്തേക്കാണ് പോകേണ്ടത്. അതിന്റെ അകത്ത് നമ്മൾ ഇപ്പം ലിനക്സിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ഇപ്പൊ അപ്പാച്ചിന്റെ ഒക്കെ എറർ ഫയൽ സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോഗ്സ് സേവ് ചെയ്യുന്നത് വാർ ഫോൾഡറിന്റെ അകത്ത് ലോഗ്സിന്റെ ഉള്ളിൽ അപ്പാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിന്റെ അകത്തായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ലോഗ് ഫോൾഡറിന്റെ അകത്തേക്കാണ് പോകുന്നത്. എന്റർ അടിക്കുക. ഓക്കെ, അപ്പം cd എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് ആണ് കേട്ടോ. അപ്പൊ വൺസ് നമ്മൾ ആ ഒരു ഡയറക്ടറിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു ഡയറക്ടറിക്ക് അകത്ത് വരുന്ന ഈ ഒരു ഡയറക്ടറിന്റെ കണ്ടന്റ് നമുക്ക് കിട്ടണം. അതായത് എന്തൊക്കെ ഡയറക്ടറീസും അതുപോലെ തന്നെ ഫയൽസുമാണ് നമ്മൾ ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ഡയറക്ടറിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സിമ്പിൾ കമാൻഡാണ് ലിസ്റ്റ് കമാൻഡ്. ls യൂസ് ചെയ്യാം. അപ്പോൾ ലിസ്റ്റ് ചെയ്യും. നമ്മുടെ ഇപ്പൊ കണ്ടില്ലേ, എന്റെ ഒരു വർക്ക് ഡയറക്ടറിയിലുള്ള എല്ലാ ഫോൾഡേഴ്സിനെയും ഫയൽസിനെയും ഇത് ലിസ്റ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് പെർമിഷൻസ് അറിയണം. അതായത് എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫയലിൽ റീഡ് പെർമിഷൻ ആണോ, റൈറ്റ് പെർമിഷൻ ആണോ, എന്ത് പെർമിഷൻസ് ആണുള്ളത്, അതുപോലെ തന്നെ ഒരു ഫയലിന്റെ സൈസ് എത്രയാണ്, അങ്ങനെ ഫയൽ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ls - l കൊടുത്താൽ മതി. ഇത് കൊടുക്കണ്ടോ, ഈ ഒരു ഡയറക്ടറിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പം പെർമിഷൻസിന്റെ ഇത് അതുപോലെ തന്നെ ഫയൽ സൈസ്, ക്രിയേറ്റഡ് ഡേറ്റ് ടൈം ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ സ്പെസിഫിക് ആയിട്ട് ഫയൽസ് ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുവാണ്. ഇനി ക്ലിയർ കമാൻഡ് യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോ നിങ്ങളുടെ ഈ ഒരു ഡയറക്ടറിയിൽ എന്തെങ്കിലും ഒരു ഹിഡൻ ഫയൽസ് ഉണ്ടെന്ന് വിചാരിച്ചോ. നമ്മൾ ഗിറ്റിന്റെ ഒക്കെ കേസിൽ .git എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോൾഡർ അത് ഹിഡൻ ആയിരിക്കുമല്ലോ. ഹിഡൻ ഫയൽസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കാണാൻ വേണ്ടിയിട്ട് ls - a എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഈ കമാൻഡ് നമുക്ക് ഹിഡൻ ഫയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും കൂടി എടുത്ത് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പൊ നമ്മൾ ls മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ കാണാൻ പറ്റുന്ന ആ ഒരു നമ്മൾ നോർമലി ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഫയൽസ് മാത്രമേ കാണാൻ പറ്റൂ. നമുക്ക് ഹിഡൻ ഫയൽസ് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു -a കൂടെ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഫയലിന്റെ കണ്ടന്റ് കാണണം. അതായത് ഇപ്പോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എറർ ലോഗ് കാണണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റിന്റെ ഫയലിന്റെ കണ്ടന്റ് കാണണം. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ കണ്ടന്റ് റീഡ് ചെയ്യൂലേ. അതിന് പകരം ക്വിക്കായിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽസ്, നമ്മുടെ ഡോക്കർ ഫയൽ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എൻജിനെക്സിന്റെ കോൺഫിഗറേഷൻ ഫയൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫയലിന്റെ കണ്ടന്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് cat കമാൻഡ് യൂസ് ചെയ്യാം. cat സ്പേസ് നിങ്ങൾക്ക് ഏത് ഫയലിന്റെ ആണോ കണ്ടന്റ് നമുക്ക് റീഡ് ചെയ്യേണ്ടത് അത് കൊടുത്താൽ മതി കേട്ടോ. എന്റെ ഈ ഡയറക്ടറിയിലുള്ളത് ഈ dpkg.log ഫയലാണ്, ഞാൻ അത് കൊടുക്കുക. ഇത് കണ്ടോ, ഇത് വലിയ ഫയൽ ആയതുകൊണ്ടാണ് കേട്ടോ. ചെറിയൊരു കണ്ടന്റ് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ നമുക്ക് ഈ ഒരു ഞാനൊന്നും കൂടി ഇത് ക്ലിയർ ചെയ്തിട്ട് ആ കമാൻഡ് മാത്രം എടുത്ത് കാണിച്ചു തരാം. ഒരു സ്പെസിഫിക് ഫയലിന്റെ കണ്ടന്റ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൾട്ടിപ്പിൾ ഫയൽസിനെ നമുക്ക് ഇതുപോലെ റീഡ് ചെയ്യാം കേട്ടോ. cat കമാൻഡ് കൊടുക്കുക. അത് ഈ ക്യാറ്റിന്റെ എക്സ്പാൻഷൻ കൺകാർഡിനേഷൻ ആണ് കേട്ടോ. സ്പേസ് നമുക്ക് ഫയലിന്റെ ഇപ്പൊ പാത്ത് വേണമെങ്കിലും കൊടുക്കാം. അതായത് ഇപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫോൾഡറിലുള്ള പാത്താ കാണേണ്ടത്. എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ഈ ഒരു ഫയൽ എനിക്ക് എന്റെ റൂട്ട് ഡയറക്ടറിന്റെ അകത്താണെന്ന് വിചാരിച്ചോ. ഇങ്ങനെ കൊടുക്കാം. എനിക്ക് ആ ഫോൾഡറിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫയലിന്റെ കണ്ടന്റ് റീഡ് ചെയ്യാൻ നിങ്ങൾ കംപ്ലീറ്റ് പാത്ത് ഇതുപോലെ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫയലിനെ ഞാൻ ഒന്നും കൂടെ റീഡ് ചെയ്യാം കേട്ടോ. റൂട്ടിൽ അല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇനി നമ്മൾ സാധാരണ ഒരു ഫയലിന്റെ ഡാറ്റ സെർച്ച് ചെയ്യാറുണ്ടല്ലേ. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് വേർഡ് മാത്രം ആ ഫയലിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വേർഡ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ Ctrl F വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കൂലേ. അതുപോലെ ഇവിടെ എങ്ങനെയാണ് ഒരു പാറ്റേൺ മാച്ചിങ് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഈ ഫയലിന് റീഡ് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് പാറ്റേൺ കൊടുത്തിട്ട് എക്സാമ്പിൾ ആയിട്ട് എനിക്ക് കോൺഫിഗർ മാത്രമുള്ള ലൈനിനെ എന്റെ ഇതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കണം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ കമാൻഡ്സിനെ കമ്പൈൻ ചെയ്യും. അതിന് നമ്മൾ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ cat യൂസ് ചെയ്തിട്ടല്ലേ ഇപ്പൊ ഓൾറെഡി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ക്ലിയർ ചെയ്തിട്ട് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണൂല. അതായത് നമ്മൾ cat യൂസ് ചെയ്തിട്ടാണല്ലോ റീഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ കമാൻഡ്സിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൈപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ പാറ്റേൺ മാച്ചിങ്ങിനുള്ള കമാൻഡ് കൊടുക്കണം. അതായത് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കമാൻഡ് grep കമാൻഡ് ആണ്. സ്പേസ് ഇട്ടിട്ട് നമുക്ക് എന്താണോ ഇതിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കേണ്ടത് അത് നമുക്ക് കൊടുക്കാം. എക്സാമ്പിൾ ആയിട്ട് എനിക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ലൈൻസ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. സ്റ്റാറ്റസ് മാത്രം ആ ഫയലിൽ നിന്ന് റീഡ് ചെയ്തെടുക്കണം. ഇപ്പൊ കണ്ടോ, എനിക്ക് ആ സ്റ്റാറ്റസ് മാത്രം മാച്ച് ചെയ്യുന്നത് അതും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ എൻ്റെ ഒന്നും കൂടെ ക്ലിയർ ചെയ്തിട്ട് ആ കമാൻഡ് കാണിച്ചു തരാം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കമാൻഡ്സിനെ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് കമ്പൈൻ ചെയ്യാം. ഒരു സ്പെസിഫിക് പാറ്റേൺ നിങ്ങളുടെ ഫയലിൽ നിന്ന് ഇതുപോലെ
അത് മാത്രം മാച്ച് ചെയ്യുന്നത് റീഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ grep കമാൻഡ് യൂസ് ചെയ്യാം. സ്പേസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണോ മാച്ച് ചെയ്യേണ്ടത് അത് കൊടുക്കാം. ഇത്രയും നേരം നമ്മൾ എക്സിസ്റ്റിംഗ് ഫയൽസിന്റെ മേലെയല്ലേ വർക്ക് ചെയ്തത്. ഇനി ഞാൻ തിരിച്ച് ഞാൻ ആ ഹോം ഡയറക്ടറിയിലേക്ക് തന്നെ ഒന്ന് പോവാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് എനിക്കൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് നോർമൽ txt ഫയൽ ക്രിയേറ്റ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് 2-3 കമാൻഡ്സ് ഉണ്ട് കേട്ടോ. ഒന്നെങ്കിൽ എക്കോ കമാൻഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടച്ച് കമാൻഡ് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ എക്കോ കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് എനിക്കൊരു നോർമൽ ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്തേക്ക് ഞാനിപ്പോ ഈ കൊടുക്കുന്ന കണ്ടന്റ് എനിക്ക് റൈറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ അതിന് ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫയൽ നെയിമും അതിന്റെ എക്സ്റ്റൻഷനും കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് demo.txt എന്നാണ് എന്റെ ഫയലും ടെക്സ്റ്റ് ഫയലായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റർ അടിക്കുക. ഇത് നമുക്ക് ls കമാൻഡ് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് തന്നെ നിങ്ങൾക്ക് ടച്ച് യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. അതുപോലെ ഇപ്പൊ നമുക്ക് എക്സിസ്റ്റിംഗ് ഫയലിന്റെ കണ്ടന്റ് ഒന്ന് നോക്കിയാലോ. demo.txt നോക്കുക. ജസ്റ്റ് നമ്മൾ അനു എന്ന് പറഞ്ഞിട്ടല്ലേ റൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോ വൺസ് നമ്മൾ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളൊരു പുതിയ ഡാറ്റ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ റിയാക്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. ഇങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫയൽ റീക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് എക്സിസ്റ്റിംഗ് ഡാറ്റ നമുക്ക് ലോസ് ആവും. സോ അപ്പൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളും കൂടെ കൊടുക്കുക. അഗെയിൻ വന്നിട്ട് നമുക്ക് ക്യാറ്റ് കമാൻഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ എക്സിസ്റ്റിംഗ് ഡാറ്റ ഓവർറൈറ്റ് ആയിട്ടില്ല. നമുക്ക് എക്സിസ്റ്റിംഗിന്റെ കൂടെയാണ് നമ്മൾ ആ രണ്ടാമത് എഴുതിയിരിക്കുന്ന ഡാറ്റയും കൂടെ ആഡ് ചെയ്ത് വന്നത്. പിന്നെ നമുക്ക് വരുന്ന വേറൊരു റിക്വയർമെന്റ് ആയിരിക്കും ഇപ്പൊ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫയൽസിന്റെ ഫോൾഡേഴ്സിന്റെ ഒക്കെ ബാക്കപ്പ് എടുത്ത് വെക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ഫ്യൂച്ചർ കൊണ്ടുവരുന്നതിന് മുന്നേ എക്സിസ്റ്റിംഗ് പ്രൊജക്ടിന്റെ ചിലപ്പോൾ നമ്മളൊരു ബാക്കപ്പ് എടുത്ത് വെക്കും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ കോപ്പി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്താ പറയാ മാനുവലി കോപ്പി ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ കുറവ് ടൈമിൽ നമുക്ക് ടെർമിനൽ ത്രൂ ചെയ്യാലോ. സോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ cp കമാൻഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്ടറിയോ ഫയലോ രണ്ടും കോപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ ഡയറക്ടറി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഫയൽ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന demo.txt ഫയൽ അല്ലേ, ഇത് നമുക്ക് വേറൊരു ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്തിടണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ സോഴ്സ് ആണ് കൊടുക്കേണ്ടത്. സോഴ്സ് എന്താണ്, എനിക്ക് കോപ്പി ചെയ്യേണ്ടത് demo.txt ഫയൽ ആണ്. സോ സോഴ്സ് കൊടുത്തു. ഇനി നമുക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് ഇതിന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്ത് വരണല്ലേ. അപ്പൊ ക്രിയേറ്റ് ചെയ്ത് വരേണ്ട കോപ്പിന്റെ നെയിം കൊടുക്കുക. എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ react.txt എന്ന് കൊടുക്കാം. ഇനി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ എന്താ പറ്റുക, ls അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ടറിയിൽ തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു റിയാക്ടിന്റെ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ഇതിന്റെ കോപ്പി എടുക്കേണ്ടത് വേറൊരു ഡയറക്ടറിയിലേക്കാണെന്ന് വിചാരിച്ചു. അവിടെ നിങ്ങൾ ആ ഒരു റൂട്ട് കൊടുക്കുക. അപ്പം പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ റൂട്ട് ഡയറക്ടറിയിലേക്കാണ് ഇത് കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. എനിക്കൊന്ന് ആ റൂട്ട് ഡയറക്ടറിയിലേക്ക് എനിക്ക് കൊടുക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. സ്യൂഡോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പൊ ഈ ഒരു സ്യൂഡോ കൊടുത്തതെന്ന് വെച്ചാൽ പെർമിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഞാൻ ലേറ്റർ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. നമ്മൾ ഈ ഒരു demo.txt ഫയൽ കോപ്പി ചെയ്തിട്ട് react.txt ഫയൽ എന്നുള്ള നെയിമിൽ റൂട്ട് ഡയറക്ടറിയിലേക്ക് കോപ്പി ചെയ്തിട്ടു. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് തന്നെ ഈ ഒരു റൂട്ട് ഡയറക്ടറിന്റെ കണ്ടന്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോവാതെ, അതായത് /root കൊടുക്കുക. പെർമിഷൻ ഇവിടെ കണ്ടോ നമ്മുടെ റൂട്ട് ഡയറക്ടറിയിലേക്ക് ഈ ഒരു react.txt ഫയൽ കോപ്പി ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഞാനിപ്പോ ls കൊടുത്ത പോലെ തന്നെ നിങ്ങൾക്ക് റൂട്ട് ഡയറക്ടറിയിൽ ഒരു സ്പെസിഫിക് ഫയലിന്റെ കണ്ടന്റ് കാണണമെന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് പാത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ കോപ്പി ചെയ്തിട്ടിരിക്കുന്നത് react.txt ആയതുകൊണ്ട് റിയാക്ടിന്റെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡയറക്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു ഫയലിന്റെയോ കണ്ടന്റ് കാണണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ലൊക്കേറ്റ് ചെയ്ത് പോവണ്ട. ഇതുപോലെ ആ കമാൻഡ് കൊടുക്കുക, എന്നിട്ട് കംപ്ലീറ്റ് പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സൂഡോ ഞാൻ പറഞ്ഞുതരാതെ ഇപ്പൊ നമുക്ക് ഒരു പെർമിഷൻ ഉള്ള യൂസറിനാണെങ്കിൽ സൂഡോ കിട്ടിയാലേ നമുക്ക് ചില ആക്ടിവിറ്റീസിന് നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് യൂസറിന് പെർമിഷൻ ഉണ്ടാവില്ല. സൂഡോ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവിടെ പെർമിഷൻ വരുന്നത്. ഞാൻ ലേറ്റർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണേ. അപ്പൊ നമ്മൾ 2 ഫയൽസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി ഒരു ഫയലിന്റെ ലൈൻ കൗണ്ട് അല്ലെങ്കിൽ വേർഡ് കൗണ്ട്, ക്യാരക്ടേഴ്സിന്റെ കൗണ്ട് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ wc കമാൻഡ് യൂസ് ചെയ്യാം. അത് വേർഡ് കൗണ്ട് തന്നെയാണ് കേട്ടോ അതിന്റെ നെയിം. ഇപ്പോൾ ബൈ ഡിഫാൾട്ട് ആയിട്ട് wc എന്ന് കൊടുത്തിട്ട് നമ്മൾ ഏത് ഫയലിന്റെ ആണോ ഈ ഒരു കൗണ്ട് എടുക്കേണ്ടത് ഫയൽ നെയിം കൊടുത്താൽ
ഞാൻ ഈ പറഞ്ഞ പോലെ അതിന്റെ ലൈൻ കൗണ്ട്, വേർഡ് കൗണ്ട്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിന്റെ കൗണ്ട് റിട്ടേൺ ചെയ്യും. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പോ എന്താ ലൈനിന്റെ മാത്രം മതിയെങ്കിൽ ഡാഷ് എല്ലും കൂടെ കൊടുക്കുക. അപ്പൊ നമുക്ക് സോറി ഡെമോ ഡോട്ട് ഫയൽ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇവിടെ ഡാഷ് എല്ലും കൂടെ കൊടുക്കുക. അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ലൈനിന്റെ ലെങ്ത് മാത്രം കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ അതിന്റെ ഒരു ഫയലിലുള്ള വേർഡിന്റെ മാത്രം കൗണ്ട് കിട്ടണം. -w കൊടുക്കാം. ഇത് അൽഗോരിതംസ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. ഇപ്പം ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ അൽഗോരിതത്തിലൊക്കെ നമുക്ക് വേർഡ് കൗണ്ട് വേണമല്ലോ. ക്യാരക്ടേഴ്സ് കൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സി കിട്ടണം എന്നുണ്ടെങ്കിൽ സി കൊടുത്താൽ മതി. അപ്പോൾ ബേസിക്കലി ഒരു ഫയലിന്റെ ഒരു കൗണ്ട് ഡീറ്റെയിൽസ്, വേർഡ് കൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ WC കമാൻഡ് യൂസ് ചെയ്യാം. എഗെയിൻ ഞാനൊന്ന് ക്ലിയർ ചെയ്യുവാണേ. ഇനി അടുത്ത കമാൻഡ് ഡെവലപ്പേഴ്സ് ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ആണ് കേട്ടോ, അതായത് ഫൈൻ കമാൻഡ്. ഫൈൻ കമാൻഡ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു ഡയറക്ടറി അല്ലെങ്കിൽ ഒരു ഫയൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് സെർച്ച് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ വിൻഡോസിലാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഡയറക്ടർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യാറില്ലേ, അതുപോലെ നമ്മുടെ ഒരു എൻറ്റയർ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഇപ്പൊ നമുക്കൊരു കോൺഫിഗറേഷൻ ഫയലിനെ ലൊക്കേറ്റ് ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചോ. എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു നമ്മുടെ പ്രൊജക്ട് ലോക്കൽ ഹോസ്റ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് അത് ഡാറ്റാബേസുമായിട്ട് കണക്ട് ആവുന്നില്ല, എന്തോ ഒരു ഇഷ്യൂ വന്നു. പക്ഷെ നമുക്ക് ആക്ച്വലി ഈ ഡാറ്റാബേസിന്റെ ഫയൽ എവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പൊ ആരുടെ ഒരു പ്രൊജക്ട് നമ്മൾ റെഫർ ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ കോൺഫിഗറേഷൻ ഫയൽസിനെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫൈൻ കമാൻഡ് യൂസ് ചെയ്യാം. ഫൈൻ കമാൻഡ് നിങ്ങൾക്ക് ഡിഫറെന്റ് വേയിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഫയലിന്റെ നെയിം വെച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫയലിന്റെ ടൈപ്പ് വെച്ചിട്ട്, ഫയലിന്റെ സൈസ് വെച്ചിട്ട്, മോഡിഫിക്കേഷൻ ടൈം വെച്ചിട്ട് സെർച്ച് ചെയ്യാം, പെർമിഷൻസ് അല്ലെങ്കിൽ ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട്, കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടൊക്കെ. അതായത് ഇപ്പൊ ഗ്രെപ് കമാൻഡ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതും കൂടെ യൂസ് ചെയ്തിട്ട് ഫയലിന്റെ കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫയലിന്റെ നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യണം എന്ന് വിചാരിച്ചോ. അതായത് ഇപ്പൊ എനിക്ക് എന്റെ സിസ്റ്റത്തിൽ ഇപ്പൊ ഈ ഒരു കറന്റ് വർക്കിംഗ് ഡയറക്ടറിയിൽ എനിക്ക് .txt എക്സ്റ്റൻഷനിലുള്ള ഫയൽ എല്ലാം ആക്സസ് ചെയ്യണം. അപ്പൊ നിങ്ങളാണെങ്കിൽ .കോൺഫിഗറേഷൻ ഓപ്ഷൻ എനിക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഫൈൻ കമാൻഡ് ആണ്. അടുത്തത് നമ്മൾ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് ഈ ഒരു എൻറ്റയർ ഫയൽ സിസ്റ്റത്തിൽ എവിടെയാണ് ഈ ഒരു സെർച്ചിങ് നടത്തേണ്ടത്, ആ ഒരു പാത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എനിക്ക് ഈ ഒരു കറന്റ് വർക്കിംഗ് ഡയറക്ടറിയിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി. സോ ഞാൻ ഡോട്ട് കൊടുക്കുന്നു. അടുത്തത് നമ്മൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പൊ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു മൾട്ടിപ്പിൾ വേയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഫയൽ നെയിം, ഫയൽ സൈസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ നമുക്കിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യാം. അപ്പൊ നെയിം ഓപ്ഷൻ ആണ് കൊടുക്കുന്നത്. ഇത് ബിൽറ്റിൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്തത് എനിക്ക് ഈ നെയിമിൽ അടുത്തത് എന്റെ ക്രൈറ്റീരിയ കൊടുക്കുക. അതായത് എനിക്ക് .txt ഓപ്ഷൻ കൊടുക്കുക. എനിക്ക് .txt എക്സ്റ്റൻഷനിലുള്ള എന്റെ ഈ ഒരു കറന്റ് വർക്കിംഗ് ഡയറക്ടറിയിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാത്ത് കൊടുക്കാട്ടോ, ഞാൻ നേരത്തെ കൊടുത്തതുപോലെ എനിക്ക് എങ്ങനെ അല്ലെങ്കിൽ സ്ലാഷ് കൊടുത്താൽ എൻറ്റയർ ഫയൽ സിസ്റ്റത്തിൽ സെർച്ച് ചെയ്യും. അത് ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫസ്റ്റ് നമ്മൾ ഫൈൻ കമാൻഡ് കൊടുത്തു, പാത്ത് കൊടുത്തു, ഓപ്ഷൻ കൊടുത്തു, ആക്ഷൻ കൊടുത്തു, അതായത് ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മൾ ബൈ നെയിം ആണ് സെർച്ച് ചെയ്യുന്നത്. സോറി, നമ്മൾ ബൈ നെയിം ആവുമ്പം സ്റ്റാർ കൊടുക്കണം. അതായത് നമുക്ക് അറിയില്ലല്ലോ എന്ത് നെയിം ആണെങ്കിലും ഏത് നെയിം ആണെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യണം. ഇപ്പൊ കണ്ടോ, അതായത് സ്റ്റാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാമിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ, അതായത് ഒരു പ്ലേസ് ഹോൾഡർ പോലെയാണ് ഈ ഒരു .txt എക്സ്റ്റൻഷനിലുള്ള എല്ലാ ഫയൽസിനെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൊക്കേറ്റ് ചെയ്യാം. ഇനി സ്പെസിഫിക് ആയിട്ട് ഒരു നെയിം മാത്രം കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഫയൽ നെയിം ത്രൂ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ സിസ്റ്റത്തിൽ, എൻറ്റയർ ഫയൽ സിസ്റ്റത്തിൽ ഇത് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലാഷ് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ എൻറ്റയർ ഫയൽ സിസ്റ്റത്തിൽ ഇപ്പൊ എൻ്റെ അത് കുറെ ഉണ്ട്, പെർമിഷൻസ് അവിടെ കാണിക്കും, അതുകൊണ്ട് ഞാൻ ക്ലിയർ ചെയ്യുവാണ്. കമാൻഡ് ഒന്ന് എടുക്കുക, സ്ലാഷ് റൂട്ട് ഡയറക്ടറി എൻറ്റയർ സിസ്റ്റത്തിൽ സെർച്ച് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു ലിനക്സിന്റെ ഒരു ഫയൽ സ്ട്രക്ചർ അറിയാലോ, റൂട്ട് ഡയറക്ടറി സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നമ്മുടെ ബിന്ന്, ബാർ, ഫോൾഡേഴ്സ്, അങ്ങനെ അത് വേണം നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇപ്പം ഈ ഒരു ഫൈൻ കമാൻഡ് എന്ന് പറയുന്നത് എന്താ, ബൈ സൈസോ ബൈ നെയിമോ ഓണർഷിപ്പ് ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനാണ്. ഇനി നിങ്ങൾക്ക് നെയിം വെച്ച് സെർച്ച് ചെയ്ത പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സൈസ് വെച്ചിട്ട് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. അതായത് നെയിമിന് പകരം ഇപ്പൊ ഞാൻ സൈസ് കൊടുക്കുവാണ്. എൻ്റെ ഈ ഒരു കറന്റ് വർക്കിംഗ് ഡയറക്ടറിയിലുള്ളത് തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. സൈസ് വെച്ചിട്ട് സെർച്ച് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എത്ര സൈസ് ആണ്, എനിക്കിപ്പോ 1 MB-നേക്കാളും ലെസ്സർ ആയിട്ടുള്ള, എൻ്റെ ഇതിനകത്ത് ചെറിയ 2 ഫയലല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഗ്രേറ്റർ ആണെങ്കിൽ പ്ലസ് സിമ്പിൾ കൊടുക്കുക, ലെസ്സർ ആണെങ്കിൽ -1 കൊടുത്താൽ മതി കേട്ടോ. -1 അല്ല, മൈനസ് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള സൈസ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ NB ആണോ GB ആണോ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം എൻ്റെ ഒരു വർക്കിംഗ് ഡയറക്ടറിയിൽ ഈ ഒരു 1 MB-നേക്കാളും ലെസ്സർ ആയിട്ടുള്ള ഫയൽസ് എന്ന് പറയുന്നത് ഈ ഒരു ഹിഡൻ ഫയൽസേ ഉള്ളൂ. ഇനി ഞാൻ +1 MB കൊടുക്കുവാണ്. +1 MB-നേക്കാളും ലെസ്സർ ആയിട്ടുള്ള ഫയൽസ് ഇല്ല.
ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഫയൽസ് വെച്ചിട്ടും സൈസ് വെച്ചിട്ടും സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഈ ഒരു വർക്കിംഗ് ഡയറക്ടറിയിൽ 2 ഫയൽസ് ഇല്ലേ, 2 ഫയലിന്റെ കണ്ടന്റ് സെയിം ആണല്ലേ? കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒന്നിന്റെ കോപ്പി എടുക്കുകയല്ലേ ചെയ്തത്. ഇനി ഞാൻ എന്റെ ഒരു റെക്റ്റിന്റെ ഫയലില്ലേ, അതിനകത്തേക്ക് ഒരു ലൈനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഇപ്പോ നമുക്ക് നോഡ് ജെഎസ് നോക്കാം. അപ്പൻഡ് ചെയ്യുന്നതായതുകൊണ്ട് ഡബിൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ വേണം. പിന്നെ ഫയൽ നെയിം ഡോട്ട് ഇത് നിങ്ങൾക്ക് പകരം വിം എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട് കേട്ടോ, അതും യൂസ് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇപ്പം നമ്മുടെ ഫയൽ കണ്ടന്റ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതായത് ഫസ്റ്റ് ഫയലിൽ 2 ലൈനും സെക്കൻഡ് ഫയലിൽ ഒരു 3 ലൈനും ഉണ്ട്. നമ്മളിപ്പോ ഒരു ലൈനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തില്ലേ. ഇനി നിങ്ങൾക്ക് 2 ഫയൽസ് ഉണ്ട്, അത് തമ്മിലുള്ള ഡിഫറൻസ് അറിയണമെന്ന് വിചാരിച്ചു. ഇപ്പൊ റിയൽ വേൾഡ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കൊരു ഓൾഡ് കോൺഫിഗറേഷൻ ഫയലും ഉണ്ട്, ന്യൂ കോൺഫിഗറേഷൻ ഫയലും ഉണ്ട്. ഡയറക്ട്ലി എടുത്ത് വെച്ച് ഇപ്പൊ വലിയൊരു ഫയലാണെങ്കിൽ കമ്പയർ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതിനെ 2 ഫയൽ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫ് കമാൻഡ് യൂസ് ചെയ്യാം. ഇപ്പൊ ഡിഫ് കമാൻഡ് ആണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യേണ്ട ഫയൽസ്, ഇപ്പൊ ഓൾഡ് ഫയൽ ആണെങ്കിൽ ഓൾഡ് ഫയൽ കൊടുക്കാം. എനിക്ക് ഡെമോ ഡോട്ട് ടി ആണ് ഫസ്റ്റ് ഫയൽ. പിന്നെ എനിക്ക് കമ്പയർ ചെയ്യേണ്ട നെക്സ്റ്റ് ഫയൽ കൊടുക്കുക. ഇപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്ത ഒരു റെക് ഡോട്ട് ടി ഫയലാണ്. ഇവിടെ കണ്ടോ, നോഡ് ജെഎസ് എന്നുള്ളതാണ് നമുക്ക് എന്തായി വന്നിരിക്കുന്നത്, ആ എക്സ്ട്രാ വന്നിരിക്കുന്നത്. ബാക്കിയുള്ളത് സെയിം ആണല്ലോ. നമ്മളിപ്പോ ആഡ് ചെയ്ത് കൊടുത്ത നോട്ട് ഡോട്ട് ജെഎസ് എന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ടുണ്ട്. സോറി, ആ നോട്ട് ജെഎസ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് അല്ലേ, ആ ഒരു ലൈൻ അല്ലേ പുതിയതായിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് ഫയലിലേക്ക് ആഡ് ചെയ്തത്. ഇതുപോലെ 2 ഫയൽസിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിഫ് കമാൻഡ് യൂസ് ചെയ്യാം. ഇനി ഫൈനലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമാൻഡാണ് chmod കമാൻഡ്. അതായത് നമുക്കിപ്പോ ഒരു വർക്കിംഗ് ഡയറക്ടറിന്റെയോ ഫയൽസിന്റെ ഒക്കെ പെർമിഷൻസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കമാൻഡ് വേണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ആദ്യം നമ്മൾ നേരത്തെ നോക്കിയ -l ഉള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഈ ഒരു വർക്കിംഗ് ഡയറക്ടറിയിൽ 2 ഫയൽസ് ഉണ്ട്. 2 ഫയലിന്റെയും പെർമിഷൻസ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 ഫയലിനും ഫുൾ പെർമിഷൻ, റീഡും റൈറ്റും ചെയ്യാനുള്ള പെർമിഷൻ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലേ. ഇനി എനിക്ക് ഇതിന്റെ 0 പെർമിഷനിലേക്ക്, അതായത് കംപ്ലീറ്റ് ലോക്ക് ഡൗൺ ചെയ്യുവാണ്, എനിക്ക് 0 പെർമിഷനിലേക്ക് ഈ ഒരു ഡെമോ ഡോട്ട് ടി ഫയലിനെ സെറ്റ് ചെയ്യണം. അതായത് ആർക്കും റീഡും റൈറ്റും ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ബേസ് കമാൻഡ് എന്ന് പറയുന്നത് ഒരു chmod ആണ്. chmod സ്പേസ് 000 കൊടുക്കുക. അപ്പം ആർക്കും ആ ഒരു സ്പെസിഫിക് യൂസർ ഗ്രൂപ്പ് എല്ലാം ചെക്ക് ചെയ്ത് ആർക്കും അക്സസ് ചെയ്യാൻ പറ്റാത്ത പോലെ ആവും. നെക്സ്റ്റ് നമ്മൾ ഫയൽ നെയിം കൊടുക്കുക, ഡെമോ ഡോട്ട് ടി കൊടുക്കുക. ഇനി അഗെയിൻ നമ്മൾ LSLC ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ പെർമിഷൻ പോയി, ഇവിടെ 0 പെർമിഷൻ ആയി നമ്മുടെ ഡെമോ ഡോട്ട് ടി ഫയലിന്. ഇനി എനിക്ക് റീഡ് പെർമിഷൻ മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 444 യൂസ് ചെയ്യാം. ഇത് ഓരോ ലെവലാണ് കേട്ടോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂസർ, പിന്നെ ആ ഒരു ഗ്രൂപ്പ്, അങ്ങനെയാണ് 444 എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരത്തെ ആ -l എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ റീഡ് പെർമിഷൻ മാത്രം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് പെർമിഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ചു. 444 പകരം XXX കൊടുക്കാം. അഗെയിൻ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ ഫുൾ പെർമിഷൻ ആയി. ഇനി നമ്മൾ എക്സിക്യൂട്ടബിൾ പെർമിഷൻ, അതായത് ഒരു ഫയലിന് നമ്മളൊരു കംപ്ലീറ്റ് പെർമിഷൻ കൊടുക്കുക എന്ന് വിചാരിച്ചു. അതിന് 777 കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ഫയലിന് നമ്മൾ കംപ്ലീറ്റ് പെർമിഷൻ കൊടുത്തു. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എഡിറ്റും എക്സിക്യൂട്ടും റീഡ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ കംപ്ലീറ്റ് പെർമിഷൻ ആണ് നമ്മൾ റിയൽ വേൾഡിൽ നമ്മുടെ പ്രൊജക്റ്റിൽ കൊടുക്കുന്ന സമയത്ത് കെയർഫുൾ ആയിട്ട് കൊടുക്കണം. അതായത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഈ 777 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ആദ്യം കൊടുത്ത 0 എന്ന് ഫസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കാം. അതായത് 0 പെർമിഷനിലേക്ക് ഞാൻ സെറ്റ് ചെയ്തു. അതായത് ചെക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഈ ഒരു ഡെമോ ഡോട്ട് ടി ഫയലിന് 0 പെർമിഷൻ ആണ്. ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ആ ഫയലിലേക്ക് എന്തെങ്കിലും ഒന്ന് റൈറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പം നോട്ട് ജെയ്സ് തന്നെ റൈറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ റെക്റ്റിന്റെ ഫയലിലേക്ക് ഈസി ആയിട്ട് റൈറ്റ് ചെയ്തില്ലേ, പക്ഷെ ഈ പെർമിഷൻ ഇല്ലാത്ത ഫയലിലേക്ക് റൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ പെർമിഷൻ ഡിനൈൻഡ്. നേരത്തെ പോലെ അല്ല, നമുക്ക് ഈ ഫയലിലേക്ക് ഇപ്പൊ റൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ സൂഡോ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോഴും കണ്ടോ പെർമിഷൻ ഡിനൈൻഡ്. അതായത് എനിക്ക് ഈ ഫയലിൽ റീഡും റൈറ്റും ഒന്നും ചെയ്യാനുള്ള പെർമിഷൻ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഞാൻ ക്യാറ്റ് കമാൻഡ് യൂസ് ചെയ്യുവാന്ന് വിചാരിച്ചു, ഡെമോ ഡോട്ട് ടി അഗെയിൻ പെർമിഷൻ ഡിനൈൻഡ്. അപ്പം ഈ ഒരു കമാൻഡ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫ് കമാൻഡ്, ഫൈൻ കമാൻഡ്, chmod ഒക്കെ ഒരു ഡെവലപ്പേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഒരു ഡെവലപ്പർ എന്ന രീതിയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് ആയിട്ടുള്ള കമാൻഡ്സ്. അതുപോലെ ഇപ്പൊ സിപ്പ്, അൺസിപ്പ് അങ്ങനത്തെ കുറച്ച് അഡ്വാൻസ്ഡ് കമാൻഡ്സ് ഒക്കെ ഉണ്ട്. അതല്ല അഡ്വാൻസ്ഡ്, അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമാൻഡ്സ് അവൈലബിൾ ആണ്. ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്താണ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ കമാൻഡ്സ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ നിങ്ങളൊരു ഫ്രഷർ ആണ്, പുതിയതായിട്ടൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിംഗ്, SQL, ഡാറ്റാബേസ് കാര്യങ്ങളുടെ ഒക്കെ കൂടെ ലിനക്സിന്റെ ബേസിക്സ്, ഇപ്പൊ എല്ലാ കമ്പനീസും ലിനക്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിനക്സിന്റെ ബേസിക്സ് പറഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.